സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആധികാരികമായി പഠിപ്പിക്കുന്ന ഷാലോമിൻ്റെ പ്രത്യേകമായ ഒരു പ്രോഗ്രാമാണ് സി കാറ്റ്. സി കാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചായിരുന്നു. ഈ വിഷയം നമുക്ക് വേണ്ടി ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും CBCI ദേവീശാസ്ത്ര കമ്മീഷൻ അംഗവുമായ അഭിമന്യ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ വളരെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് പൈസക്കരി ദേവമാത സൺഡേ സ്കൂളിലെ മതാധ്യാപകരാണ്. നിങ്ങളെയും വളരെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഈ തിരുരക്തം തിരുശരീരവും കൊടുക്കുന്നു. അപ്പത്തിൻ്റെ സാദൃശ്യത്തിൽ തിരുശരീരം കൊടുത്തു എന്നാൽ എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അൾത്താരിൽ തിരുരക്തം സൂക്ഷിച്ചിരുന്നു. അപ്പോൾ ഈ തിരുരക്തം ബാക്കി വന്നവർക്ക് കൊടുക്കുന്നത് പ്രായോഗികമാണോ, അത് ശരിയാണോ, അത് കൊടുക്കേണ്ടതുണ്ടോ? ആളുകൾക്ക് സാധാരണ ഈ ദുഃഖ വെള്ളിയാഴ്ചകളിലൊക്കെ കുർബാന പെട്ടെന്ന് ആളുകൾ കൂടുതൽ തീർന്നു പോകുന്നു, സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതിനെക്കുറിച്ച് പിതാവിൻ്റെ അഭിപ്രായം എന്താണെന്ന് പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ദുഃഖവെള്ളിയാഴ്ചകളിൽ തീർന്നു പോകുന്ന അന്ന് കുർബാന കൂദാശ ചെയ്യാത്തതുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. അന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാത്ത ദിവസമാണ്. അതുകൊണ്ട് അന്ന് കുർബാന സ്വീകരിക്കാൻ അവസരം കിട്ടിയില്ല എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായും പങ്കു ചേർന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതാണ് ഏറ്റവും മാതൃകാപരമായിട്ടുള്ളത്. ദുഃഖവെള്ളിയാഴ്ച ഈശോയെ സ്വീകരിക്കാനുള്ള ഒരു അനുഗ്രഹം തിരുസഭ അടുത്ത കാലത്ത് അനുവദിച്ചിട്ടുണ്ട്. പണ്ടൊന്നും അതില്ലായിരുന്നു, അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കത് പ്രയോജനപ്പെടുത്താം. ഇനി തിരുരക്തം തിരുവോസ്തി തീർന്നു കഴിഞ്ഞപ്പോൾ തിരുരക്തം കൊടുക്കാവോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കൊടുക്കാം. പക്ഷേ അതിൻ്റെ പ്രായോഗിക പ്രശ്നമുണ്ട്. ഇതെങ്ങനെ കൊടുക്കും? തിരുവോസ്തിയാണെങ്കിൽ നമുക്ക് എടുത്ത് കൈകൊണ്ടും കൊടുക്കാം, ഇതെങ്ങനെ കൊടുക്കും? അതിൻ്റെ അങ്ങനെയുള്ള പ്രായോഗിക പ്രശ്നം ഇതിനുള്ളിൽ ശേഷിക്കുന്നത് കൊണ്ടാണ് നമുക്കൊരു സ്പൂൺ കൊണ്ട് കോരി കൊടുക്കാവോ, അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് ഒരു സ്പൂൺ ഒരാളുടെ നാവിൽ മുട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ലേ? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ തിരുരക്തം കൊടുക്കുന്നത് സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും വൈദികർ തിരുരക്തം തന്നെയായിട്ട് കൊടുക്കുക എന്നുള്ള മാർഗം സ്വീകരിക്കാത്ത. അത് ദൈവശാസ്ത്രപരമായും സഭാപ്രബോധനമനുസരിച്ചും അങ്ങനെ ചെയ്യുന്നത് തെറ്റില്ല. ചോദിച്ചോളൂ. അതായത് ഈ മുൻപൊക്കെ നമ്മൾ വിശുദ്ധ കുർബാന നാവിൽ കൊടുക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇടക്കാലത്ത് അത് മാറ്റി കയ്യിൽ സ്വീകരിക്കുന്ന രീതി വന്നു. അത് വീണ്ടും ഇപ്പോൾ തിരിച്ച് നാവിൽ തന്നെ കൊടുക്കുന്നതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചുകൂടി നല്ലത്, കുറച്ചുകൂടി ഹൈജീനിക്കൊക്കെ ആയിട്ടുള്ളത് കയ്യിൽ കൊടുക്കുന്ന രീതിയല്ലേ? എന്തിനാണ് വീണ്ടും അത് തിരിച്ച് നാവിൽ കൊണ്ടുവന്നത് എന്നൊരു സംശയമുണ്ട്. ജോയൽ സാറിന്റെ സംശയം എന്തായിരുന്നു? ഞാൻ ചോദിച്ചിരുന്നത് ഇതായിരുന്നു. പിതാവ് പറഞ്ഞു ദുഃഖ വെള്ളിയാഴ്ച കുർബാന അർപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഈശോയുടെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും നമ്മൾ ഓർമ്മിക്കുന്ന ആ ദിവസം കുർബാന അർപ്പിക്കാത്തതിൻ്റെ ദൈവശാസ്ത്ര വശം എന്താണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അതായത് കുർബാന അന്ന് അർപ്പിക്കാൻ മേലെ എന്ന് ചോദിച്ചാൽ വിശുദ്ധ കുർബാനയിൽ നാം ഇതുവരെയും അപ്പവും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ അനുസ്മരിച്ചു കൊണ്ടിരുന്ന ആ സത്യത്തെ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ പൂർണ്ണമായും നമ്മൾ അനുസ്മരിക്കുന്ന ദിവസമാണ് ദുഃഖവെള്ളി. ദുഃഖവെള്ളിയിൽ ഈശോ മിശിഹായുടെ കുരിശുമരണം, പീഡാനുഭവം, അതുതന്നെയാണ് നമ്മൾ ആ പീഡാനുഭവ ചരിത്ര വായനയിലൂടെ നമ്മൾ അനുസ്മരിക്കുന്നത്, അല്ലേ? ഇതര ദിവസങ്ങളിൽ അത് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ അതിനെ നമ്മൾ അനുഭവിക്കാനും അനുഷ്ഠിക്കാനും ജീവിക്കാനും ശ്രമിക്കുമ്പോൾ ദുഃഖവെള്ളിയാഴ്ച അത്
തിരുവചനത്തിൻ്റെ സാദൃശ്യത്തിലാണ് ഈ ഈശോമിശിഹായുടെ കുരിശുമരണവും അതുപോലെ പീഡാസഹനവും നമ്മൾ അനുസ്മരിക്കുന്നത്. അങ്ങനെ ഒരു വ്യത്യാസമാണ് അന്നുള്ളത്. സാറിൻ്റെ മാത്യു സാറിൻ്റെ ചോദ്യത്തിന് ഈ വിശുദ്ധ കുർബാന കൈക്കൊള്ളുക എന്നൊരു പ്രയോഗം പൗരസ്ത്യ സഭകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ കയ്യിൽ തന്നെ കൊള്ളുക എന്ന അർത്ഥമൊന്നുമില്ല. സ്വീകരിക്കുക എന്നുള്ളതിന് ഈ ഭാര്യയെ ഭർത്താവിനെ ഭാര്യ ഭർത്താവായിട്ട് കൈക്കൊണ്ടു എന്ന് പറഞ്ഞാൽ കയ്യിലെടുത്തുകൊണ്ട് പോയെന്ന് അർത്ഥമൊന്നുമില്ല, അല്ലേ? അതുകൊണ്ട് കയ്യിൽ തന്നെ സ്വീകരിക്കണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കണ്ട. ഇനി സാറ് പറഞ്ഞതുപോലെ ഒരു കാലത്തെ ഒരു ചിന്തയായിരുന്നു, പരിശുദ്ധ കുർബാന ഈ നാവിൽ കൊടുക്കുമ്പോൾ കുർബാന കൊടുക്കുന്ന വൈദികർക്കും പലരുടെയും നാവിലും ഉമിനീരുമായിട്ടൊക്കെ സ്പർശം വരുന്നു, അതുകൊണ്ട് വേറൊരാൾക്ക് കുർബാന കൊടുക്കുമ്പോൾ പ്രശ്നം വരുമോ എന്നൊക്കെയുള്ളൊരു പേടി ഇടക്കാലത്ത് ബാധിച്ചപ്പോൾ പലരും നിർദ്ദേശിച്ച പ്രകാരം സഭ അനുവദിച്ചൊരു കാര്യമാണ് കയ്യിൽ കൊടുക്കുക എന്നുള്ളത്. 2 കാരണങ്ങളാൽ ഇപ്പോൾ അതിനെ തിരുസഭ നിരുത്സാഹപ്പെടുത്താൻ, നിരോധിച്ചിട്ടില്ല, നിരുത്സാഹപ്പെടുത്താൻ നിർബന്ധിതമായിരിക്കും. ഒന്ന്, കൈകളിൽ പരിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ ചിലരെങ്കിലും ആ പരിശുദ്ധ കുർബാന മോഷ്ടിച്ചു കൊണ്ടുപോയി സാത്താൻ ആരാധകർക്കൊക്കെ വിൽക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം നാവിൽ സ്വീകരിച്ച പരിശുദ്ധ കുർബാന ഈ സാത്താൻ ആരാധകർക്ക് വേണ്ട. നാവിൽ ഒരാളുടെ നാവിലേക്ക് പരിശുദ്ധ കുർബാന വന്ന് അലിഞ്ഞു കഴിയുമ്പോൾ പിന്നീടത് ഭക്ഷ്യയോഗ്യം, മറ്റ് വ്യക്തികൾക്ക് ഭക്ഷ്യയോഗ്യമായ വസ്തുവല്ല അത്. ആ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സജീവ സാന്നിധ്യം എപ്പോഴാണ്? പരിശുദ്ധ കുർബാന ഭക്ഷ്യയോഗ്യമായ അവസ്ഥയിൽ മാത്രമാണ്. ഒരു വ്യക്തിയുടെ നാവിൽ ഈശോ പരിശുദ്ധ കുർബാനയായി വന്നു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് മാത്രമേ പിന്നീട് അത് ഭക്ഷ്യയോഗ്യമായ വസ്തുവാകുന്നു. ഒരാളുടെ നാവിൽ നിന്ന് അതെടുത്ത് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുകയല്ല, അല്ലേ? മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അത് ഭക്ഷ്യവസ്തു അല്ല പിന്നീട്. അതുകൊണ്ട് ആ വ്യക്തിക്ക് മാത്രമാണ് അത് ഈശോയുടെ തിരുസാന്നിധ്യമാകുന്നത്. അതുകൊണ്ടാണ് സാത്താൻ ആരാധകർ അത്തരം കുർബാന സ്വീകരിക്കുകയല്ലാത്തതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ടാണ് നാവിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളൊരു ചിന്താഗതി വന്നത്. രണ്ടാമത്തേത്, നാവിൽ സ്വീകരിക്കുന്നതാണോ കയ്യിൽ സ്വീകരിക്കുന്നതാണോ പരിശുദ്ധ കുർബാനയോട് കൂടുതൽ ആദരവും ഭക്തിയും തോന്നുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ അധ്യാപകരുടെ അഭിപ്രായം എന്താണ്? നാവിൽ സ്വീകരിക്കുന്നത് തന്നെയാണ്, അല്ലേ? അത് തന്നെയാണ് സഭ റീതിങ്ക് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ബെനഡിക്റ്റ് പാപ്പായോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, സമാനമായൊരു ചോദ്യം. പാപ്പായോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ എങ്ങനെ പരിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്നാണ് മാർപ്പാപ്പായുടെ നിർദ്ദേശം? അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ മുട്ടിന്മേൽ നിൽക്കുക, കൈകൂപ്പി നാവിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുക. അതാണ് ഏറ്റവും മാതൃകാപരമായ കുർബാന സ്വീകരണം എന്ന് മാർപ്പാപ്പ പറഞ്ഞു. അതുപോലെ തന്നെ കുർബാന കൊടുക്കുന്ന അച്ഛന്മാരോട് മാർപ്പാപ്പ പറഞ്ഞു, ചുമ്മാ എന്തോ കൊണ്ട് ഈ വിതരണം ചെയ്യുന്നത് പോലെ കൊടുക്കാതെ, നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട് 2 പേര് തിരിക്കാലുകൾ പിടിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ 2 ശുശ്രൂഷികൾ വരും. അതുപോലെ തന്നെ ഈ ഒരു താലം പ്ലേറ്റ് പിടിച്ചുകൊണ്ട് വരുന്നു, അത് കുർബാന താഴെ പോകാതെ പിടിക്കുന്നു. ഇന്നിപ്പോൾ അതെല്ലാം മാറ്റി അൾത്താരപാലന്മാരെല്ലാം കുർബാന സ്വീകരിച്ച് എവിടെയോ പോയി പോകുന്നതാണ്. അച്ഛൻ പാഞ്ഞ് എന്തെല്ലാം പെട്ടെന്ന് ഇത് വിതരണം ചെയ്തേച്ച് തിരിച്ചു വരുന്നു. നമുക്ക് ഒരു വിശുദ്ധ കുർബാന താഴെ പോയാൽ പണ്ട് ചെയ്തിരുന്ന എന്താണ്? വൈദികൻ വെള്ളമൊഴിച്ച് അവിടെ കഴുകും, എന്നിട്ട് സംഗീഞ്ഞ് അവിടെ വിരിച്ചു വെക്കും, അവിടെ ആരും ചവിട്ടാതിരിക്കാൻ വേണ്ടി. അത്രമേൽ പവിത്രമായി കരുതിയിരുന്ന ഒരു കർമ്മം ഇന്ന് നമ്മുടെ അശ്രദ്ധ കൊണ്ട് പരിശുദ്ധ കുർബാനയ്ക്കുള്ള ആദരവ് കുറഞ്ഞു പോകാൻ ഇടവരുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് വൈദികരായ ഞങ്ങളും ആത്മായരായ നിങ്ങളും ഒരുപോലെ മനസ്സിലാക്കേണ്ടതുണ്ട്, പരിശുദ്ധ കുർബാനയ്ക്ക് എല്ലാ ആരാധനയും പുകഴ്ചയും നൽകാൻ നാം എപ്പോഴും പ്രതിബദ്ധത കാണിക്കണം. അതിന് കിട്ടുന്ന എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം. ഇനി ആരാണ് ചോദിക്കുന്നത്? വിൽസൺ സാർ ചോദിക്കുന്നു. പിതാവേ, എനിക്കുള്ള ചോദ്യം ഇതാണ്. നമ്മുടെ വിശുദ്ധ കുർബാന മധ്യേ വചനപ്രഘോഷണം കുർബാനയുടെ മധ്യഭാഗത്തായിട്ടാണുള്ളത്. എന്നാൽ
ചില പള്ളികളിലെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം വചനപ്രഘോഷം നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില പള്ളികളിൽ കുരിശു പിടിച്ചുള്ള കുർബാന കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള പിതാവിൻ്റെ ക്ലാരിഫിക്കേഷനാണ് വേണ്ടത്. ഉത്തരവാണ് ചോദിക്കുന്നത്. ഓക്കെ. അതായത് ഒന്നാമതായി പറഞ്ഞത് ലിറ്റർജി ആരാധനാ ക്രമമാണ്. അതൊരു ക്രമമാണ്, അല്ലാതെ ഒരു അക്രമമല്ല. അതായത് വചനം വായിച്ച് അതിനെ വ്യാഖ്യാനിക്കുക, അതാണ് അതിൻ്റെ ശരിയായ രീതി. സുവിശേഷം വായിച്ചു കഴിയുമ്പോഴാണ് സുവിശേഷ പ്രസംഗം നടത്തുന്നത്. അതാണ് ആരാധനാക്രമം എന്ന് പറയുക. ഇനി ചില വിശേഷ അവസരങ്ങളിൽ തിരുനാളുകളിലൊക്കെ ചിലപ്പോൾ ഈ കുർബാന സ്വീകരണത്തിന് ശേഷം ഇത് നടത്താറുണ്ട്. അതിന് പല വൈദികരും പറയാറുള്ള ഒരു ന്യായം, അത് വിശുദ്ധ കുർബാനയ്ക്കിടയിലെ പ്രസംഗമല്ല അവർ ഉദ്ദേശിച്ചത്, അത് പ്രസംഗം ഇല്ലാത്ത കുർബാനയായിരുന്നു. അതേസമയം ഈ തിരുനാൾ പ്രദക്ഷിണം, കുർബാന കഴിഞ്ഞ ഉടനെ പ്രദക്ഷിണമാണ് ഇറങ്ങുന്നത്. പണ്ടൊക്കെ ടൗണിൽ പന്തലിൽ പോയി പ്രസംഗിക്കുമായിരുന്നു. അത് ഒരു അലോസരമാണ് എന്ന് കണ്ടതുകൊണ്ട് വിശുദ്ധ കുർബാന തീർന്ന ഉടനെയോ അല്ലെങ്കിൽ സമാപനാശീർവാദത്തിന് തൊട്ട് മുമ്പോ ഈ തിരുനാളിൻ്റെ സന്ദേശമടങ്ങുന്ന പ്രസംഗം പറഞ്ഞ് ശേഷം സമാപനാശീർവാദത്തോടെ തിരുനാൾ പ്രദക്ഷിണം ആരംഭിക്കുന്ന ഒരു പതിവ് ചില പള്ളികളിലുണ്ട്. അത് ആണ്ടുവട്ടത്തിൽ ഒരിക്കൽ തിരുനാളിനോടനുബന്ധിച്ചൊക്കെ പ്രത്യേകമായ സാഹചര്യത്തിൽ നടത്തുന്നതിനെ നമുക്ക് മനസ്സിലാക്കാം. അതല്ല എങ്കിൽ ശരിക്കും സുവിശേഷ പ്രസംഗം വചന ശുശ്രൂഷയുടെ സമയത്താണ്. പഴയ നിയമം, ലേഖനം, സുവിശേഷം ഇവ വായിച്ച ശേഷം അവയെ വ്യാഖ്യാനിച്ചുകൊണ്ട് കാർമ്മികൻ നടത്തുന്ന സന്ദേശമാണ് വചന സന്ദേശം. അതിൻ്റെ സ്ഥാനം അവിടെ തന്നെയാണ്. അങ്ങനെ ആകുമ്പോഴാണ് അത് ആരാധനാക്രമത്തോട് ഒത്തുപോകുന്നത് എന്ന് മനസ്സിലാക്കാം. പിന്നെ രണ്ടാമത് ചോദിച്ച ചോദ്യം കുരിശ് പിടിച്ചുകൊണ്ടുള്ള കുർബാന. എന്താണ് ഈ കുരിശ് പിടിച്ച കുർബാന എന്ന് ഉദ്ദേശിച്ചത്? വിൽസൺ സാർ ഒന്ന് വിശദീകരിക്കുക. എന്താണ്, എപ്പോൾ പിടിക്കുന്ന ഈ കുരിശ്? കുർബാന തുടങ്ങുമ്പോൾ മുതൽ വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ മുതൽ കുരിശ് പിടിച്ചാണ് കുർബാന. കൈകൂപ്പുന്നതിന് പകരം കുരിശ് പിടിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാ പള്ളികളിലും ഉണ്ടെന്നല്ല പറഞ്ഞേ. തീരെ വലിയ കുരിശാണ് പിടിക്കുന്നത്? ചെറിയ കുരിശാണ്. ചെറിയ കുരിശാണ്. ഓക്കെ. യെസ്. അതായത് കുരിശ് പിടിച്ച് കുർബാന കാണുക എന്ന് പറയുന്നത് പണ്ട് കാലത്ത്, ഇപ്പോഴല്ല, പണ്ട് കാലത്ത് പരസ്യപാപികൾക്ക് കൊടുത്തിരുന്ന ഒരു ശിക്ഷയാണ്. അതായത് പരസ്യം എന്ന് പറഞ്ഞാൽ, പരസ്യപാപികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, 5-ാം പ്രമാണം, 6-ാം പ്രമാണം തുടങ്ങിയവ, 7-ാം പ്രമാണം, ഇതൊക്കെ ലംഘിച്ച് സമൂഹത്തിന് മുഴുവൻ ഉതപ്പ് കൊടുത്ത വ്യക്തികൾക്ക് കൊടുത്തിരുന്ന ചില പ്രായശ്ചിത്ത പ്രവർത്തികളിലൊന്നാണ് 100 ദിവസം കുരിശ് പിടിച്ച് കുർബാന കാണുക. അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഒരുത്തനത് പിടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടാൽ നമുക്കറിയാം ഈ ചെയ്തു. പക്ഷെ ഇന്ന് ഇപ്പോഴങ്ങനെ ഒരു പള്ളിയിൽ എല്ലാവരുമാണ് ചെയ്യുന്നത്, അല്ലേ? അച്ഛനടക്കം എല്ലാവരും ചെയ്യുമ്പോൾ വൈദികനടക്കം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവിടെ അങ്ങനെ ഒരു ക്രമം നമുക്കില്ല. ആരാധനാക്രമത്തിൽ അങ്ങനെ ഒരു കർമ്മം ഈ ഒരു റീത്തിലും ഇല്ലാത്തതാണ്. പക്ഷെ ഒരുപക്ഷെ അങ്ങനെ അദ്ദേഹം വൈദികൻ്റെ ഒരു നിർദ്ദേശത്തിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കുരിശ് പിടിക്കുന്ന എപ്പോഴും അനുതാപത്തെ സൂചിപ്പിക്കുന്ന ഒരു കർമ്മമാണ്. ആ അർത്ഥത്തിലായിരിക്കാം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് തങ്ങളുടെ തിന്മകളെക്കുറിച്ചുള്ള അവബോധവും അനുതാപവും ഉണ്ടാകുന്നത് ആവശ്യമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിലായിരിക്കാം നിശ്ചിത ദിവസങ്ങളിൽ ഇങ്ങനെ കുരിശ് പിടിച്ച് വിശുദ്ധ കുർബാന കാണുക എന്നുള്ള നല്ലതാണെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ടാവുക. അത് പക്ഷേ സഭയുടെ ഔദ്യോഗിക കർമ്മത്തിൻ്റെ ഭാഗമല്ലാത്തതിനാൽ അത് ഒരു ഭക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗം എന്ന രീതിയിൽ ഉപയോഗിക്കുക, അല്ലാതെ അതാരെയും നിർബന്ധപൂർവം കുരിശ് പിടിക്കണം എന്ന് പറയുന്നത് ശരിയല്ല. താങ്ക് യു പിതാവേ. ഇനി ആരാണ് ചോദിക്കുന്നത്? നമ്മുടെ തങ്കമ്മ ടീച്ചറാണ് ചോദിക്കുന്നത്. ടീച്ചർ ചോദിച്ചോളൂ. പിതാവേ, അന്ത്യത്താഴവേളയിലാണല്ലോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അതെ. ആ അവസരത്തിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്ത് നിങ്ങളോടൊത്ത് നവമായി പാനം ചെയ്യുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല എന്ന്. എനിക്കൊരു സംശയം, സ്വർഗരാജ്യത്തിൽ ചെന്നാലും
മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് പാനം ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? ലഭിക്കുമോ? സ്വർഗരാജ്യത്ത് ചെന്നാലും മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് പാനം ചെയ്യുകയില്ല എന്ന് ഈശോ പറയുമ്പോൾ സ്വർഗരാജ്യത്തെ യഹൂദ പാരമ്പര്യം മനസ്സിലാക്കുന്ന എന്താണ്? യുഗാന്ത്യ വിരുന്നായിട്ടാണ്. യുഗാന്ത്യ എസ്കത്തോളജിക്കൽ ബാങ്ക്വറ്റ്, അങ്ങനെ ഒരു സങ്കല്പമാണ് അവർക്കുള്ളത്. യുഗാന്ത്യത്തിൽ ദൈവം നൽകുന്ന, രക്ഷപ്പെട്ട മുഴുവൻ സമൂഹത്തിന് നൽകുന്ന വിരുന്നായിട്ടാണ് ദൈവരാജ്യത്തെ അവർ മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ടാണ് ഈ ഭക്ഷണം പാനീയം എന്നുള്ള ആ പ്രതീകം ഈശോ അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, ഇപ്പോൾ അന്നേരം ഈശോ അത് കുടിക്കാത്തതിൻ്റെ കാരണം എന്താണ്? അത് ഈശോയുടെ തന്നെ തിരുരക്തമാണ്, അത് ഈശോ കുടിക്കേണ്ട കാര്യം. അന്നേരം ഈശോ അത് ഭക്ഷിക്കാത്തതിൻ്റെ കാരണം എന്താണ്? അത് ഈശോയുടെ ശരീരമാണ്. അതുകൊണ്ടാണ് അപ്പോഴത് ഈശോ ഭക്ഷിക്കാത്തതും പാനം ചെയ്യാത്തതും. യുഗാന്ത്യത്തിൽ വരെയും ഞാനിനി അത് കുടിക്കില്ല എന്ന് പറയുമ്പോൾ അതിനുശേഷം ഈശോ അത് കുടിക്കും എന്നൊരർത്ഥം അതിന് ഉണ്ടാകണമെന്നില്ല. അത് ഒരു എന്താണ്, യുഗാന്ത്യം വരെയും എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഈ ഭക്ഷണപാനീയങ്ങളുടെ ക്രമം അവസാനിച്ച് പുതിയൊരു തലത്തിലേക്ക് നാം എത്തുന്ന അനുഭവമാണല്ലോ യുഗാന്ത്യം. ഇപ്പോൾ നമ്മൾ അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 1:25, പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല, അത് കഴിഞ്ഞറിഞ്ഞു എന്നല്ല നമ്മളത് വ്യാഖ്യാനിക്കുക, മറിച്ച് അതിനുശേഷവും അറിഞ്ഞില്ല എന്നതിനെ വ്യാഖ്യാനിക്കുക. എന്നതുപോലെ ആ അർത്ഥത്തിൽ ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഈശോ ഇനി ഈ വീഞ്ഞ് കുടിക്കുകയില്ല എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് ആ ബൈബിൾ പണ്ഡിതന്മാർ പലരും ഈ വചനത്തെ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ മറ്റൊരു വ്യാഖ്യാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു യുഗാന്ത്യ വിരുന്നായി ദൈവരാജ്യത്തെ കരുതുമ്പോൾ യഹൂദ സങ്കല്പത്തിലെ വിരുന്ന് എന്ന് പറയുന്നതിലെ മുഖ്യ ഐറ്റം ഏതാണ്? വീഞ്ഞാണ്. അതൊരു ലഹരി പാനീയം എന്ന നിലയിൽ കുടിച്ചു പൂസായി തറയിൽ കിടക്കുന്ന ഒരു സംവിധാനം എന്ന രീതിയിലല്ല യഹൂദരത് മനസ്സിലാക്കുന്നത്. ദൈവകൃപ ഒരു വ്യക്തിക്ക് ലഭിച്ചു എന്നതിൻ്റെ അടയാളമായിട്ടാണ് അവർ വീഞ്ഞ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മളിവിടെ കുടിക്കുന്നത് പോലെ, കാടിവെള്ളം കുടിക്കുന്നത് പോലെ കുടിക്കുന്ന രീതിയൊന്നും യഹൂദരുടെ ഇടയിലില്ലായിരുന്നു. അവർ വീഞ്ഞ്, വീര്യം കുറഞ്ഞ ഈ വീഞ്ഞ്, അത് ഒരു ചെറിയ കാസ എന്ന് പറയുമ്പോൾ അവർ പാനപാത്രം എന്നവർ ഉദ്ദേശിക്കുന്നത് കനം കൂടിയൊരു പാത്രമാണ്. പക്ഷെ അതിൻ്റെ അകത്തെ കണ്ടൻറ്റ്, വോളിയം, വ്യാപ്തം വളരെ കുറവായിരുന്നു. അതായത് ഒരു 50 മില്ലിയൊക്കെയാണ് ഒരു പാനപാത്രത്തിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ അതിനെ മനസ്സിലാക്കുന്നതായിരിക്കും കൂടുതൽ ശരിയായിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു. താങ്ക് യു പിതാവേ. ഇനി ആരാണ് ചോദിക്കുന്നത്? നമ്മുടെ ഏലിയാമ്മ ടീച്ചറാണ്. ടീച്ചർ ചോദിക്കൂ. പിതാവേ, എൻ്റെ സംശയം, വിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ അപ്പവും വീഞ്ഞും ഒരുക്കി വയ്ക്കുമ്പോൾ സമൂഹം മിശിഹാ കർത്താവിൻ തിരുമേനി നീണവും ഇതാന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. അതിനുശേഷം കുദാശാവചനങ്ങൾ ഉച്ചരിക്കുമ്പോഴല്ലേ ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്നത്? അതിനെപ്പറ്റി ഒന്ന് വ്യക്തമാക്കണം. അത് പ്രേക്ഷകരുടെ ഒരു സംശയം കൂടിയായിരുന്നു. ഇത് കുർബാനയിൽ ഒരു കാലഘട്ടത്തിൽ കൂദാശ വചനത്തിന് അനുസ്മരണമായിരുന്നു കുർബാന ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്നത്. പിന്നീടുള്ള പഠനങ്ങളത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ആണ് എന്ന് വീണ്ടും പഠിപ്പിക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ ടീച്ചർ ചോദിച്ചത് ഒരു പാട്ടാണ്. ഓൾറെഡി ഈശോയുടെ ശരീരം രക്തമായെന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ പാടുന്നത്. അച്ഛൻ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ, ഇപ്പം വൈകുന്നതിന് മുമ്പ് റെഡിയായോ എന്നുള്ളതാണ്. അതാണ് ചോദിക്കുക. അത് ഒന്നാമത് പ്രേക്ഷകർ മനസ്സിലാക്കുക, ഇത് സീറോ മലബാർ കുർബാനയിലെ ഒരു പാട്ടിനെ കുറിച്ചുള്ള വിശദീകരണമാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അതെ അതെ. അതായത് ഓരോ കുർബാന ക്രമത്തിലും അതിൻ്റേതായ ചില ദൈവശാസ്ത്ര വീക്ഷണങ്ങളുണ്ട്. ഒരു ദൈവശാസ്ത്ര വീക്ഷണത്തിൻ്റെ ക്രമാനുഗതമായ വളർച്ചയാണ് ഓരോ ആരാധനാക്രമവും എന്ന് പറയും. സീറോ മലബാർ ആരാധനാക്രമത്തിൽ കാഴ്ചവയ്പ് എന്ന് പറയുന്നത് ഈശോ മിശിഹായുടെ കുരിശ് മരണമാണ്. അത് വെറുതെ നമ്മൾ എന്തെങ്കിലും ഭക്തവസ്തുക്കൾ കൊണ്ടുപോയി കാഴ്ചവെക്കുന്നതല്ല. അതുകൊണ്ടാണ് സീറോ മലബാർ ആരാധനാക്രമത്തിൽ കാഴ്ചവെപ്പ് പ്രദർശനം, നിങ്ങൾ തേങ്ങായും മാങ്ങായും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് കുർബാനയ്ക്ക് മുമ്പേ കൊണ്ടുവരുവാണ്, അല്ലേ? അത് കാഴ്ചവെപ്പിൻ്റെ സമയത്ത് അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല.
അതേസമയം മറ്റ് പല റീത്തുകളിലും അത് നമുക്കുള്ളതും നമ്മുടെ എല്ലാ അധ്വാന ഫലങ്ങളും കാഴ്ചവെക്കുന്ന അവസരമാണത്. പക്ഷേ കാൽദിയൻ ആരാധനാക്രമം അഥവാ സീറോ മലബാർ ഈസ്റ്റ് സിറിയൻ ആരാധനാക്രമത്തിൽ കാഴ്ചവെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും കാഴ്ചവെക്കുന്നതല്ല, മറിച്ച് ഈശോ മിശിഹായുടെ കുരിശ് മരണത്തെയാണ് അവിടെ അനുസ്മരിക്കുന്നത്. അതുകൊണ്ടാണ് സീറോ മലബാർ കുർബാനയിൽ കുരിശാകൃതിയിലാണ് അപ്പവും വീഞ്ഞും വൈദികൻ പിടിക്കുക, അല്ലേ? ലത്തീൻ കുർബാനയിൽ അപ്പം ആദ്യം എടുത്തുയർത്തി കാഴ്ചവെക്കുന്നു, അതിനുശേഷം കാസ എടുത്തുയർത്തുന്നു. അപ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥനയും ഇത് തന്നെയാണ്. ദൈവമായ കർത്താവേ, അങ്ങേക്ക് സ്തുതി. മണ്ണിൻ്റെ ഫലം, മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായ ഈ അപ്പത്തെ അങ്ങ് സ്വീകരിക്കണമേ. ഈ മുന്തിരിയുടെ ഫലവും ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലവുമായ ഈ കാസായ അങ്ങ് സ്വീകരിക്കണമേ എന്നാണ് ലത്തീൻ കുർബാനയിൽ ചൊല്ലുന്നത്. അതേസമയം സീറോ മലബാർ ആരാധനാക്രമത്തിൽ ചെല്ലുന്നത് മിശിഹാ കർത്താവിൻ തിരുമൈ നിണവുമിത് എന്ന് പറഞ്ഞാൽ, പടയാളികൾ ഈശോ മിശിഹായെ കുരിശെ തറയ്ക്കാൻ കൊണ്ടുവരുന്ന ആ രക്ഷാകര രഹസ്യത്തെയാണ് കാഴ്ചവെപ്പിൽ അനുസ്മരിക്കുന്നത്. ഇങ്ങനെ കാഴ്ചവെച്ച് കഴിയുമ്പോൾ ഈശോ കുരിശിൽ മരിച്ചു, അവിടുത്തെ താഴോട്ട് ഇറക്കി, കല്ലറയിൽ അടക്കി. കല്ലറ ഏതാണ്? ബലിപീഠം, കല്ലറയുടെ പ്രതീകം. കല്ലറയിൽ അടക്കി, എന്നിട്ട് അത് ശോശപ്പാവുകൊണ്ട് മൂടി വെച്ചു. മൂടി വെച്ചപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സംസ്കരിച്ചു ഈശോയെ. അതിനുശേഷം അച്ഛൻ തിരികെ ബേമയിലേക്ക് ഇറങ്ങിപ്പോയിരുന്നു. അപ്പോൾ അവിടെ പോയി അനുഷ്ഠിച്ചത് എന്തെങ്കിലും ഒരു കാഴ്ചവസ്തു സമർപ്പിക്കുകയല്ല, പരമപിതാവിൻ്റെ മുമ്പിൽ തിരുക്കുമാരൻ്റെ തിരുശരീര രക്തങ്ങൾ അവിടുന്ന് അർപ്പിച്ചതിനെ, അവിടുത്തെ കുരിശ് മരണത്തെ, അതുപോലെ തന്നെ ഖബറടക്കത്തെയാണ് കാഴ്ചവെപ്പിൽ ഈസ്റ്റ് സിറിയൻ ലിറ്റർജി അനുസ്മരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പാട്ട് അവിടെ ചൊല്ലുന്നത്. ഈശോ മിശിഹായെ കുരിശെ തറയ്ക്കാൻ കൊണ്ടുവരുമ്പോൾ മിശിഹാ കർത്താവിൻ തിരുമൈ നിണവും ഇതാ എന്ന് പാടുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, അത് തന്നെയാണ് അവിടെ. പിതാവേ, നമ്മുടെ ഇന്നത്തെ സമയം ഏറെക്കുറെ പൂർണ്ണമായി. ഇനി ഒട്ടേറെ സംശയങ്ങൾ ഇവരുടെ ഉള്ളിൽ ബാക്കി നിൽക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾക്ക് പിതാവ് ഉത്തരം നൽകുന്നതായിരിക്കും. മറ്റൊരു എപ്പിസോഡിൽ നമ്മുടെ തുടർ സംശയങ്ങളുമായി നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. നന്ദി. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.